നമസ്കാരം സുഹൃത്തുക്കളെ, എന്റെ പേര് അശ്വതി. വെൽക്കം ടു ഹർഷിതം എഡ്യൂടെക്. ഇന്ന് പുതിയ SCERT 8ാം ക്ലാസ് സയൻസിലെ ഒരു പ്രധാനപ്പെട്ട ചാപ്റ്റർ ആണ് എടുത്തു തരാൻ പോകുന്നത്. വളരെ പ്രധാനപ്പെട്ട ചാപ്റ്റർ. അതായത് ഈ ചാപ്റ്ററിൽ ഉൾപ്പെട്ടിരിക്കുന്നത് ജീവി ബന്ധങ്ങൾ, ഫുഡ് ചെയിൻ, ഫുഡ് വെബ്, പിന്നെ കുറെ പുതിയ കാര്യങ്ങൾ ഈ ഒരു ചാപ്റ്ററിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ സിലബസ് നോക്കിക്കഴിഞ്ഞാൽ LGSന്റെ സിലബസ് ആയാലും അതുപോലെ LDCയുടെ സിലബസ് ആയാലും നോക്കിക്കഴിഞ്ഞാൽ പ്രധാനമായിട്ടും നിങ്ങൾ പഠിച്ചിരിക്കേണ്ട ഒരു ചാപ്റ്റർ ആണ്. ശ്രദ്ധിച്ച് തന്നെ കേട്ട് പഠിക്കുക. ഞാൻ വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ എടുക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ ക്ലാസ് കണ്ടിട്ടേ ഇതിന്റെ PDF വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ടെലഗ്രാം ചാനൽ ഞാൻ ഇട്ട് തന്നേക്കാം. PDF വേണമെന്നുള്ളവരും പറഞ്ഞാൽ മതി, എസ് എന്ന് കമന്റ് ചെയ്താൽ മതി. വീഡിയോ ഇഷ്ടപ്പെട്ട നിങ്ങളുടെ ലൈക്ക് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. ആദ്യമായിട്ട് നമ്മുടെ ചാനൽ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ വെൽക്കം ടു ഹർഷിതം എഡ്യൂടെക് ഫാമിലി. സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ. സ്റ്റാർട്ട് ചെയ്താലോ. വൈവിധ്യങ്ങളുടെ സൗന്ദര്യം. ആദ്യം തന്നെ ഒരു സ്കൂള് കാണിച്ചിട്ടുണ്ട്. സ്കൂളിലെ ഉദ്യാനമാണ് കാണിച്ചിരിക്കുന്നത്. ആ ഉദ്യാനത്തിൽ ചെറിയൊരു കുളം പോലെ ഒരു സെറ്റപ്പ് ചെയ്തിട്ടുണ്ട്. അവിടെ കുറച്ച് ജീവികൾ ജീവിക്കുന്നുണ്ട്. അതുപോലെ പക്ഷികളുണ്ട്. അതുപോലെ തൊട്ടടുത്തുള്ള മരങ്ങളിൽ പക്ഷികളുണ്ട്, അണ്ണാനുണ്ട്, കാക്കയുണ്ട്. അങ്ങനെ ഒരുപാട് ജീവജാലങ്ങൾ ഈ ഒരു ചിത്രത്തിൽ കാണപ്പെടുന്നു. അപ്പൊ ഈ ചിത്രത്തിലെ ജീവികൾ കാണപ്പെടുന്ന സ്ഥലങ്ങൾ ഒന്ന് നിരീക്ഷിച്ചേ. അപ്പൊ ഇത് സ്കൂളിലെ ജൈവ വൈവിധ്യ ഉദ്യാനമാണ്. ജൈവ വൈവിധ്യം, ബയോഡൈവേഴ്സിറ്റി. അപ്പൊ ഒരു ടൈപ്പ് ജീവികൾ അല്ലെങ്കിൽ ഒരു ടൈപ്പ് സസ്യങ്ങൾ മാത്രമല്ല കാണപ്പെടുന്നത്. വൈവിധ്യങ്ങൾ ഉണ്ട്. സസ്യങ്ങളിലായാലും ജന്തുക്കളിലായാലും വിവിധ തരത്തിലുള്ള സസ്യങ്ങൾ, ജന്തുക്കളൊക്കെ കാണപ്പെടുന്നു. ഇനി ലൈക്കനുകളെ കുറിച്ചാണ് നോക്കുന്നത്. അപ്പൊ ലൈക്കനുകൾ എന്താണെന്ന് നോക്കാം. ചില ആൽഗകളോ സയാനോ ബാക്ടീരിയകളോ ചില ഇനം ഫംഗസുകൾക്കുള്ളിൽ വസിക്കുന്നുണ്ട്. അപ്പൊ ഫംഗസ് ഘടനയും സംരക്ഷണവും നൽകുമ്പോൾ ആൽഗകളോ സയാനോ ബാക്ടീരിയകളോ പ്രകാശ സംശ്ലേഷണത്തിലൂടെ രണ്ട് ജീവികൾക്കും ഭക്ഷണം ഉൽപ്പാദിപ്പിക്കുന്നു. ഈ ഫംഗസ് ആൽഗ ലൈക്കൺ ഉണ്ട്, അല്ലെങ്കിൽ ഫംഗസ് സയാനോ ബാക്ടീരിയ ലൈക്കൺ ഉണ്ട്. അപ്പൊ ഫംഗസ് ആൽഗ അല്ലെങ്കിൽ ഫംഗസ് സയാനോ ബാക്ടീരിയ ചേർന്നുള്ള സഹജീവനത്തെയാണ് ലൈക്കനുകൾ എന്ന് വിളിക്കുന്നത്. ഇപ്പൊ ഫംഗസ് ആൽഗ ലൈക്കൺ അല്ലെങ്കിൽ ഫംഗസ് സയാനോ ബാക്ടീരിയ ലൈക്കൺ. ഇപ്പൊ ഫംഗസിന്റെ ഉള്ളിലല്ലേ ഈ ആൽഗയോ അല്ലെങ്കിൽ സയാനോ ബാക്ടീരിയയോ ജീവിക്കുന്നത്. അപ്പൊ ഫംഗസ് ഇവയ്ക്ക് ഘടനയും സംരക്ഷണവും നൽകും. തിരിച്ച് ആൽഗകളോ സയാനോ ബാക്ടീരിയകളോ എന്ത് ചെയ്യുന്നു? പ്രകാശ സംശ്ലേഷണം വഴി ഫുഡ് പ്രിപ്പയർ ചെയ്ത് ഈ രണ്ട് ജീവികൾക്കും, അതായത് ആൽഗയ്ക്കായാലും അതിലുള്ള സയാനോ ബാക്ടീരിയക്കായാലും ഫംഗസിനായാലും ഒക്കെ എന്ത് ചെയ്യുന്നു? ഭക്ഷണം ഉൽപ്പാദിപ്പിക്കുന്നു. അപ്പൊ ഈ ഒരു ബന്ധം, ഇതിനെയാണ് ലൈക്കനുകൾ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പപ്പുവ ന്യൂ ഗിനിയയിൽ കണ്ടെത്തിയ ലൈക്കനുകളുടെ കാര്യമാണ് ഇവിടെ തന്നിരിക്കുന്നത്. പപ്പുവ ന്യൂ ഗിനിയയിലെ ഒരു മരത്തിന്റെ ഉപരിതലത്തിൽ 173 ഇനം ലൈക്കനുകളെയാണ് കണ്ടെത്തിയിരിക്കുന്നത്. ഉഷ്ണമേഖലാ വനങ്ങളിൽ മറഞ്ഞിരിക്കുന്ന ജൈവ വൈവിധ്യത്തിന്റെ തോത് ഈ കണ്ടെത്തൽ സൂചിപ്പിക്കുന്നു. അതായത് ഇത്രയും അധികം ലൈക്കനുകൾ ഒരു മരത്തിന്റെ ഉപരിതലത്തിലാണ്. അപ്പൊ അത്രത്തോളം ഒരു ജീവി ബന്ധം അവിടെ കാണപ്പെടുന്നു. ഇന്ത്യയിൽ 2024 683 ഇനം പുതിയ സ്പീഷീസുകളെയാണ് കണ്ടെത്തിയത്. പുതിയ ജന്തുജാലങ്ങളെ കണ്ടെത്തുന്നതിൽ 101 സ്പീഷീസുകളുമായി കേരളം 1ാം സ്ഥാനം നേടുകയും ചെയ്തു. ഈ ഒരു കണക്കൊന്ന് ഓർത്തു വെച്ചേക്കണേ. 2024 ഇന്ത്യയിൽ എത്ര ഇനം പുതിയ സ്പീഷീസുകളെയാണ് കണ്ടെത്തിയത്? 683 ഇനം പുതിയ സ്പീഷീസുകളെയാണ് കണ്ടെത്തിയത്. കൂടാതെ ഈ പുതിയ സ്പീഷീസിനെ അല്ലെങ്കിൽ പുതിയ ജീവജാലങ്ങളെ കണ്ടെത്തുന്നതിൽ 101 സ്പീഷീസുകളുമായിട്ട് കേരളമാണ് 1ാം സ്ഥാനത്ത് എത്തിച്ചേർന്നത്. ഓക്കെ, ഇനി ആവാസ വ്യവസ്ഥയും ജീവമണ്ഡലവും നോക്കാം. ആവാസ വ്യവസ്ഥ എന്നാൽ എക്കോസിസ്റ്റം, ജീവമണ്ഡലം എന്നാൽ ബയോസ്ഫിയർ. എന്താണ് ആവാസം അഥവാ ഹാബിറ്റാറ്റ്? ഓരോ ജീവിയും ജീവിക്കുന്ന പ്രകൃതിദത്തമായ ചുറ്റുപാടിനെയാണ് ആവാസം എന്ന് വിളിക്കുന്നത്. ഓരോ ജീവിയും ജീവിക്കുന്ന പ്രകൃതിദത്തമായ ചുറ്റുപാടിനെ എന്തെന്ന് വിളിക്കുന്നു? ആവാസം എന്ന് വിളിക്കുന്നു. ഇപ്പൊ കോറൽ റീഫ്, കണ്ടൽക്കാട്, മരുഭൂമി, നീർത്തടങ്ങൾ ഇവയൊക്കെ എന്താണ്? ഒരു എക്കോസിസ്റ്റം ആണ് അഥവാ ആവാസ വ്യവസ്ഥയാണ്. അപ്പൊ എന്താണ് ഈ ആവാസ വ്യവസ്ഥ? ഒരു നിശ്ചിത സ്ഥലത്ത് കാണപ്പെടുന്ന
പരസ്പരം ആശ്രയിക്കുന്ന ജീവജാലങ്ങൾ, അതായത് സസ്യങ്ങളാകാം, ജന്തുക്കളാകാം, സൂക്ഷ്മജീവികളാകാം. അതുപോലെ അത് മാത്രമല്ല, ഇവയൊക്കെ ജീവനുള്ള ഘടകങ്ങളാണ്. ഇനി ജീവനില്ലാത്ത ഘടകങ്ങളുണ്ട്, അജീവീയ ഘടകങ്ങൾ. ഇവയെല്ലാം കൂടി ചേർന്നതാണ് ആവാസ വ്യവസ്ഥ അഥവാ എക്കോസിസ്റ്റം. ഒരു നിശ്ചിത സ്ഥലത്ത് കാണപ്പെടുന്ന പരസ്പരം ആശ്രയിക്കുന്ന സസ്യങ്ങളും ജന്തുക്കളും സൂക്ഷ്മജീവികളും അജീവീയ ഘടകങ്ങൾ. അജീവീയ ഘടകം എന്ന് പറയുമ്പോൾ മഴ, മണ്ണ്, അതുപോലെ വെയില്, കാലാവസ്ഥ എല്ലാം അജീവീയ ഘടകങ്ങളിലാണ് ഉൾപ്പെടുന്നത്. അപ്പൊ അജീവീയ ഘടകങ്ങളൊക്കെ ചേർന്നതാണ് ഒരു ആവാസ വ്യവസ്ഥ അഥവാ എക്കോസിസ്റ്റം. അപ്പൊ ആവാസ വ്യവസ്ഥ ബയോസ്ഫിയറിന്റെ അഥവാ ജീവമണ്ഡലത്തിന്റെ നിലനിൽപ്പിന്റെ അടിസ്ഥാന ഘടകമാണ്. അപ്പൊ എന്താണ് ബയോസ്ഫിയർ? ഇങ്ങനെ വൈവിധ്യമാർന്ന ഒരുപാട് ആവാസ വ്യവസ്ഥകൾ ചേർന്നതാണ് ഭൂമിയിലെ ബയോസ്ഫിയർ അഥവാ ഭൂമിയിലെ ജീവമണ്ഡലം. അപ്പൊ എക്കോസിസ്റ്റം എന്താണെന്ന് ഇവിടെ കൊടുത്തിട്ടുണ്ട്, ബയോസ്ഫിയർ എന്താണെന്ന് ഇവിടെ കൊടുത്തിട്ടുണ്ട്. വൈവിധ്യമാർന്ന ആവാസ വ്യവസ്ഥകൾ ചേർന്നതാണ് ഭൂമിയിലെ ജീവമണ്ഡലം. ഇനി ഉറുമ്പുകളെ പറ്റിയാണേ. ഉറുമ്പുകൾ ലോകത്തിൽ ഉടനീളം എത്ര അധികം ഉറുമ്പുകളുണ്ട്, എത്ര ഇനം ഉറുമ്പുകളുണ്ട്? 15,000-ലധികം ഇനം ഉറുമ്പുകളെയാണ് ശാസ്ത്രജ്ഞർ കണ്ടെത്തിയിരിക്കുന്നത്. കാടുകളിലും മരുഭൂമികളിലും മഞ്ഞിനടിയിലുമായിട്ട് ഇനിയും ഇനങ്ങളെ കണ്ടെത്താനും ഉണ്ട്. ഇനിയും ധാരാളം ഇനങ്ങൾ ഉറുമ്പുകൾ കാടുകളിലും മരുഭൂമികളിലും മഞ്ഞിനടിയിലുമൊക്കെ വസിക്കുന്നുണ്ട്. അപ്പൊ ഇത്രയധികം വ്യത്യസ്ത തരം ഉറുമ്പുകൾ വരാനുള്ള കാരണം എന്താണ്? 100 ദശലക്ഷം വർഷത്തിലേറെയായിട്ട് ഭൂമിയിൽ ഉറുമ്പുകളുണ്ട്. അപ്പൊ ഇവയ്ക്ക് പല സാഹചര്യങ്ങളെ അതിജീവിക്കാൻ കഴിയും. മരുഭൂമി ആയാലും മഴക്കാടായാലും പർവ്വതങ്ങളായാലും ഇങ്ങനെ പല സാഹചര്യങ്ങളെയും പല സ്ഥലങ്ങളെയും അതിജീവിക്കാൻ ഇവയ്ക്ക് കഴിയും. കൂടാതെ ഇവ ജീവിക്കുന്ന ആ ഒരു ആവാസ വ്യവസ്ഥയോട് ഇണങ്ങിക്കഴിയാനുള്ള അനുകൂലനങ്ങൾ, അതായത് ബോഡിക്ക് വേണ്ടിയിട്ടുള്ള ചേഞ്ചസ് ഉണ്ടാകുന്നുണ്ട്. അവരുടെ ശരീരത്തില് അനുകൂലനങ്ങളും പരിണമിച്ച് വരുന്നുണ്ട്. അതുകൊണ്ടാണ് ഇത്രയധികം ഉറുമ്പുകൾ രൂപപ്പെടാനുള്ള കാരണം. നമുക്ക് കണ്ണുകൊണ്ട് കാണാൻ കഴിയുന്ന ജീവികളും ഉണ്ട്, അതുപോലെ കണ്ണുകൊണ്ട് കാണാൻ കഴിയാത്ത, നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണാൻ കഴിയാത്ത വളരെയധികം ജീവികൾ ആവാസ വ്യവസ്ഥയിൽ ഉണ്ടാകുന്നു. ഓക്കെ, അപ്പൊ ഉറുമ്പുകളുടെ വൈവിധ്യങ്ങളെ കുറിച്ചാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്, വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ നഗ്നനേത്രം കൊണ്ട് കാണാൻ കഴിയുന്ന ജീവികളും ഉണ്ട്, കാണാൻ കഴിയാത്ത ജീവികളും ഉണ്ട്. അടുത്തത് ജൈവ വൈവിധ്യം, ബയോഡൈവേഴ്സിറ്റിയിലേക്ക് പോകാം. ജൈവ വൈവിധ്യം തന്നെ 3 തരത്തിലുണ്ട്. അപ്പൊ എന്താണ് ഈ ജൈവ വൈവിധ്യം? ഭൂമിയിൽ വസിക്കുന്ന സസ്യങ്ങൾ, ജന്തുക്കൾ, സൂക്ഷ്മജീവികൾ തുടങ്ങിയ വൈവിധ്യമുള്ള മുഴുവൻ ജീവസമൂഹവും അവ ജീവിക്കുന്ന ആവാസം ഉണ്ടല്ലോ, അതായത് ഹാബിറ്റാറ്റ്, ഇതെല്ലാം കൂടി ചേർന്നതാണ് ജൈവ വൈവിധ്യം അഥവാ ബയോഡൈവേഴ്സിറ്റി. അപ്പൊ ഭൂമിയിൽ ജീവിക്കുന്ന സസ്യങ്ങളും ജന്തുക്കളും സൂക്ഷ്മജീവികൾ തുടങ്ങിയ വൈവിധ്യമുള്ള മുഴുവൻ ജീവസമൂഹങ്ങളും അവയുടെ ആവാസവും ചേർന്നതാണ് ജൈവ വൈവിധ്യം. ജൈവ വൈവിധ്യം 3 തരം. ജൈവ വൈവിധ്യത്തിന്റെ വിവിധ തരങ്ങൾ എന്തൊക്കെയാണ്? 1 ആവാസ വ്യവസ്ഥാ വൈവിധ്യം, 2 ജീവജാതി വൈവിധ്യം, 3 ജനിതക വൈവിധ്യം. എന്താണ് ആവാസ വ്യവസ്ഥാ വൈവിധ്യം? അതായത് ആവാസ വ്യവസ്ഥാ തലത്തിലുള്ള വൈവിധ്യം. ഇവ ജീവിക്കുന്ന എക്കോസിസ്റ്റം ഉണ്ടല്ലോ, അതിങ്ങനെ മാറിക്കൊണ്ടിരിക്കും. അപ്പൊ അതിന്റെ വൈവിധ്യം. ജീവജാതി വൈവിധ്യം എന്നാൽ സ്പീഷീസ് തലത്തിലെ വൈവിധ്യമാണ്, ഒരു ഡിഫറെന്റ് സ്പീഷീസിന്റെ തരത്തിലുള്ള വൈവിധ്യമാണ്. ജനിതക വൈവിധ്യം തന്നെ ഒരേ സ്പീഷീസിൽ തന്നെയുള്ള വൈവിധ്യം, അതായത് ഉറുമ്പുകൾ തന്നെ പലതരത്തിലുള്ള ഉണ്ടല്ലോ. ഒരു സ്പീഷീസിലെ വൈവിധ്യമാണ് ജനറ്റിക് ഡൈവേഴ്സിറ്റി അഥവാ ജനിതക വൈവിധ്യം. ജീവജാതി വൈവിധ്യം അഥവാ സ്പീഷീസ് ഡൈവേഴ്സിറ്റി എന്നാൽ സ്പീഷീസുകൾ തമ്മിലുള്ള, ഇപ്പൊ ഇവിടെ ഡിഫറെന്റ് സ്പീഷീസ് കാണിച്ചിട്ടുണ്ട്, പക്ഷികളെ കാണിച്ചിട്ടുണ്ട്, അതുപോലെ മാനുകളെ കാണിച്ചിട്ടുണ്ട്, സസ്യങ്ങളെ കാണിച്ചിട്ടുണ്ട്, അങ്ങനെ ഡിഫറെന്റ് സ്പീഷീസ് തന്നെയുണ്ട്. അപ്പൊ സ്പീഷീസ് ഡൈവേഴ്സിറ്റി കാണപ്പെടുന്നു, അതുപോലെ എക്കോസിസ്റ്റം ഡൈവേഴ്സിറ്റി കാണപ്പെടുന്നു. ഇപ്പോ മീനുകൾ ജീവിക്കുന്ന എക്കോസിസ്റ്റത്തിലായിരിക്കത്തില്ല പക്ഷികൾ ജീവിക്കുന്നത്, അങ്ങനെ എക്കോസിസ്റ്റത്തിലും വൈവിധ്യം കാണപ്പെടുന്നുണ്ട്. ലോക ജൈവ വൈവിധ്യ ദിനം എന്നാണ്. ലോക ജൈവ വൈവിധ്യ ദിനം മെയ് മാസം 22 മെയ് മാസം 22 ഓർക്കുക. ഇവിടെ നോക്കൂ, ഇന്ത്യയിൽ 50,000-ലധികം അരി ഇനങ്ങളും 1000-ലധികം മാവിനങ്ങളും ഉണ്ട്.
ഒരു വനത്തിൽ ആനകൾ, കുരങ്ങുകൾ, പക്ഷികൾ, പാമ്പുകൾ, പുല്ലുകൾ തുടങ്ങി ബാക്ടീരിയകൾ വരെയുണ്ട്. കൂടാതെ ഒരു ഗ്രാമത്തിൽ വയലുകളും തെങ്ങിൻ തോപ്പുകളും കുന്നുകളും നദികളും ചതുപ്പുകളും ഉണ്ട്. അതായത് ഓരോന്നിനും വൈവിധ്യങ്ങൾ ഉണ്ട്. സ്പീഷീസിൽ വൈവിധ്യം വരുന്നുണ്ട്, ജീവജാതിയിൽ വൈവിധ്യം വരുന്നുണ്ട്, എക്കോസിസ്റ്റത്തിൽ വൈവിധ്യം വരുന്നുണ്ട്. അതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. അപ്പൊ ഇന്ത്യയിൽ 50,000-ൽ-അധികം അരി ഇനങ്ങൾ, 1000-ൽ-അധികം മാവിനങ്ങൾ, അതായത് അവിടെ ഉണ്ടായിരുന്ന ഒരു സ്പീഷീസിലെ വൈവിധ്യമല്ലേ, ജനിതക വൈവിധ്യമാണ് ഉണ്ടായിരിക്കുന്നത്. ഇനി ഒരു വനത്തിൽ ആനകൾ, കുരങ്ങുകൾ, പക്ഷികൾ, അതായത് സ്പീഷീസ് തലത്തിലെ ജൈവ വൈവിധ്യം, ജീവജാതിയിൽ ഉണ്ടായിരിക്കുന്ന വൈവിധ്യമാണ് ഇവിടെ ഉള്ളത്. ഒരു ഗ്രാമത്തിൽ വയലുകളും തെങ്ങിൻ തോപ്പുകളും കുന്നുകളും നദികളും ചതുപ്പുകളും ഉണ്ട്. ആവാസ വ്യവസ്ഥയിലല്ലേ ഇവിടെ വൈവിധ്യം ഉണ്ടായിരിക്കുന്നത്. അങ്ങനെ ഡിഫറെന്റ് ടൈപ്സ് വൈവിധ്യങ്ങൾ കാണപ്പെടുന്നു. അപ്പോ ജൈവ വൈവിധ്യ ദിനം എന്നാണ് മെയ് മാസം 22 ഓർക്കുക. PSC പ്രീവിയസ് ക്വസ്റ്റ്യൻ. അടുത്തത് ഫ്രോഗ് മാൻ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്നത് ആരാ? സത്യഭാമ ദാസ് ബിജു. PSC 1 മാർക്ക് ചോദ്യം നോട്ട് ചെയ്ത് വെച്ചോളൂ. ഫ്രോഗ് മാൻ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്നത് ആരാണ്? സത്യഭാമ ദാസ് ബിജു. എന്തുകൊണ്ട് ഇദ്ദേഹത്തിനെ ഫ്രോഗ് മാൻ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്നു? ഇദ്ദേഹം പശ്ചിമഘട്ടത്തിലെ നിരവധി പുതിയ തവള ഇനങ്ങളെ കണ്ടെത്തിയ വ്യക്തിയാണ്. SD ബിജു അഥവാ സത്യഭാമ ദാസ് ബിജു ഫ്രോഗ് മാൻ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്നു. പശ്ചിമഘട്ടത്തിലെ നിരവധി പുതിയ തവള ഇനങ്ങളെ ഇദ്ദേഹം കണ്ടെത്തിയിട്ടുണ്ട്. കൂടാതെ വിവിധ ആവാസ വ്യവസ്ഥകളിലുള്ള തവള ഇനങ്ങളെ കുറിച്ച് ഇദ്ദേഹം ഗവേഷണം നടത്തുകയും പഠിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. അവ പരിസ്ഥിതിക്ക് എത്രത്തോളം പ്രധാനപ്പെട്ടവയാണെന്ന് തെളിയിക്കുകയും ചെയ്തു. മലിനീകരണവും ആവാസ വ്യവസ്ഥയുടെ ശോഷണവും മൂലം തവളകൾ നേരിടേണ്ടി വരുന്ന ഭീഷണിയെ കുറിച്ച് ഇദ്ദേഹം മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. പ്രകൃതിയെയും ജൈവ വൈവിധ്യത്തെയും സംരക്ഷിക്കാൻ ഇദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾ പ്രചോദനമേകുകയും ചെയ്യുന്നു. അപ്പൊ ഫ്രോഗ് മാൻ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്ന വ്യക്തി ആരാണ്? സത്യഭാമ ദാസ് ബിജു എന്ന SD ബിജു ആണെന്ന് ഓർക്കുക. ജൈവ വൈവിധ്യ ദിനത്തിന്റെ തീമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. നമ്മുടെ ജൈവ വൈവിധ്യം, നമ്മുടെ ഭക്ഷണം, നമ്മുടെ ആരോഗ്യം എന്നത്. ജൈവ വൈവിധ്യ ദിനം എന്നാണ്. ലോക ജൈവ വൈവിധ്യ ദിനം മെയ് മാസം 22 മെയ് മാസം 22. അടുത്തത് ഇന്ത്യ ഒരു മെഗാ ജൈവ വൈവിധ്യ രാജ്യം. ഇന്ത്യയില് എന്തുമാത്രം ആവാസ വ്യവസ്ഥകളാണ് കാണപ്പെടുന്നത്, എന്തുമാത്രം ജീവി വൈവിധ്യങ്ങളാണ് കാണപ്പെടുന്നത്. അപ്പൊ ലോക ഭൂവിസ്തൃതിയുടെ 2.4% മാത്രമാണ് ഇന്ത്യ. ആ ഇന്ത്യയില് 45,000-ൽ-അധികം സസ്യങ്ങൾ കാണപ്പെടുന്നു, 91,000-ൽ-അധികം ജന്തു ഇനങ്ങൾ കാണപ്പെടുന്നു. അപ്പൊ ഇന്ത്യയില് ലോകത്തിന്ന് വരെ രേഖപ്പെടുത്തിയ ജീവികളുടെ 7 മുതൽ 8% ഇന്ത്യയിൽ തന്നെയാണ്. ആഗോളതലത്തിൽ തിരിച്ചറിഞ്ഞിട്ടുള്ള 34 ജൈവവൈവിധ്യ ഹോട്ട്സ്പോട്ടുകളിൽ 4 ഇന്ത്യയിലാണ്. അപ്പൊ ആ 4 ഹോട്ട്സ്പോട്ടുകൾ ഏതൊക്കെയാ? വളരെ ഇമ്പോർട്ടന്റ്. ഹിമാലയം, പശ്ചിമഘട്ടം, ആസാം ഉൾപ്പെടെയുള്ള വടക്ക് കിഴക്കൻ മേഖല, നിക്കോബാർ ദ്വീപുകൾ, ഇവയൊക്കെയാണ് ഇന്ത്യയിൽ സ്ഥിതി ചെയ്യുന്ന ജൈവ വൈവിധ്യ ഹോട്ട്സ്പോട്ടുകൾ, ബയോഡൈവേഴ്സിറ്റി ഹോട്ട്സ്പോട്ടുകൾ. അപ്പൊ 34 ജൈവ വൈവിധ്യ ഹോട്ട്സ്പോട്ടുകളിൽ 4 ഇന്ത്യയിലാണ്. അത് ഏതൊക്കെ? ഹിമാലയം, പശ്ചിമഘട്ടം, ആസാം ഉൾപ്പെടെയുള്ള വടക്ക് കിഴക്കൻ മേഖല, നിക്കോബാർ ദ്വീപുകൾ എന്നിവ. അടുത്തത് ജൈവ വൈവിധ്യവും ആവാസ വ്യവസ്ഥയുടെ സന്തുലിതാവസ്ഥയും, എക്കോസിസ്റ്റം ബാലൻസിനെ കുറിച്ചാണ്. ഇവിടെ ഒരു ഫുഡ് ചെയിൻ ആണ് തന്നിരിക്കുന്നത്. ആഹാര ശൃംഖല അഥവാ ഭക്ഷ്യ ശൃംഖല. നെല്ലിനെ തിന്നുന്ന എലി, എലിയെ തിന്നുന്ന പാമ്പ്, പാമ്പിനെ തിന്നുന്ന പരുന്ത്. നെല്ല് എന്നാൽ ഉൽപാദകരാണ്, പ്രൊഡ്യൂസേഴ്സ് ആണ്. ഉൽപാദകരെ ഭക്ഷിക്കുന്നവർ പ്രാഥമിക ഉപഭോക്താവാണ്, പ്രൈമറി കൺസ്യൂമർ. ഈ പ്രാഥമിക ഉപഭോക്താവിനെ ഭക്ഷിക്കുന്നത് ദ്വിതീയ ഉപഭോക്താക്കളും, ദ്വിതീയ ഉപഭോക്താക്കളെ ഭക്ഷിക്കുന്നത് തൃതീയ ഉപഭോക്താക്കളുമാണ്. ഇവരെ ഒക്കെ വിഘടിപ്പിക്കുന്ന ആൾക്കാരാണ് വിഘാടകർ അഥവാ ഡീകമ്പോസേഴ്സ്. വിഘാടകർക്ക് ഉദാഹരണം ബാക്ടീരിയ, ഫംഗസ്. വൈറസ് ഇല്ല, അത് ഓർക്കുക. ബാക്ടീരിയയും ഫംഗസുമാണ് വിഘാടകർ. എന്താണ് വിഘാടകർ അഥവാ ഡീകമ്പോസേഴ്സ്? ആവാസ വ്യവസ്ഥയിലെ മൃതശരീരങ്ങളിലെയും മറ്റ് ആവാസ വ്യവസ്ഥകളിലെയും സങ്കീർണ തന്മാത്രകളെ വിഘടിപ്പിച്ച് ലഘു തന്മാത്രകൾ അഥവാ സിമ്പിൾ കോമ്പൗണ്ട്സ് ആക്കി മാറ്റി പ്രകൃതിയിലേക്ക് ലയിപ്പിക്കുന്ന ആൾക്കാർ, അല്ലെങ്കിൽ ഇവയെ പ്രകൃതിയിലേക്ക് തിരിച്ചെത്തിക്കുന്ന ആൾക്കാരാണ് വിഘാടകർ. വിഘാടകർ ഇല്ലായിരുന്നു എങ്കിൽ മൃതശരീരങ്ങളൊക്കെ ഇപ്പോഴും അതുപോലെ കിടന്നേനെ. ജീർണിക്കുവോ? ജീർണിക്കത്തില്ല. അപ്പൊ ജീർണിക്കാൻ ആര് വേണം? വിഘടിപ്പിക്കാൻ ആര് വേണം? വിഘാടകർ വേണം. അപ്പൊ ഇതാണ് ഒരു ആഹാര ശൃംഖല. എന്താണ് ആഹാര ശൃംഖല ജാലം അഥവാ ഫുഡ് വെബ്? ഫുഡ് വെബ് എന്നാൽ ഒരു ആവാസ വ്യവസ്ഥയിൽ കാണപ്പെടുന്ന പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുന്ന ആഹാര ശൃംഖലകൾ. അതായത് ഇപ്പോ ഇതൊരു ആഹാര ശൃംഖലയല്ലേ കാണിച്ചേക്കുന്നത്. ഈ നെല്ലിനെ തന്നെ കഴിക്കുന്ന കോഴികളുണ്ട്, നെല്ലിനെ തന്നെ കഴിക്കുന്ന ആടുണ്ട്.
അങ്ങനെ നമുക്ക് ആഹാര ശൃംഖലകൾ വീണ്ടും വീണ്ടും ബന്ധപ്പെടുത്തി ഉണ്ടാക്കാൻ പറ്റും. അങ്ങനെ പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുന്ന ആഹാര ശൃംഖലയെ മൊത്തത്തിൽ വിളിക്കുന്ന പേരാണ് ആഹാര ശൃംഖല ജാലം. ഇവിടെ കുറച്ച് ജീവജാലങ്ങളെ കൊടുത്തിട്ടുണ്ട്. അവയിൽ നിന്ന് നമുക്ക് ആഹാര ശൃംഖലാ ജാലം ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. വിഘാടകരെ കുറിച്ച് ഇവിടെ പറയുന്നുണ്ട്. അപ്പൊ ഉദാഹരണം ബാക്ടീരിയ, ഫംഗസ് എന്നിവയാണെന്ന് ഓർക്കുക. ഇനി പോഷണതലം അഥവാ ട്രോപ്പിക് ലെവൽ എന്നാൽ എന്ത്? ട്രോപ്പിക് ലെവൽ എന്നാൽ ആഹാര ശൃംഖലയിലെ ഒരു ജീവിയുടെ സ്ഥാനത്തെയാണ് പോഷണതലം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഒന്നാമത്തെ പോഷണതലത്തിൽ എപ്പോഴും ഉൽപാദകരായിരിക്കും ഉൾപ്പെടുന്നത്. അതാണ് ബേസ് ലെവലിൽ വരുന്നത്. ഇനി രണ്ടാമത്തെ പോഷണതലത്തിൽ പ്രാഥമിക ഉപഭോക്താക്കൾ, മൂന്നാമത്തെ പോഷണതലത്തിൽ ദ്വിതീയ ഉപഭോക്താക്കൾ, നാലാമത്തെ പോഷണതലത്തിൽ തൃതീയ ഉപഭോക്താക്കൾ, ഇങ്ങനെയാണ് ഉൾപ്പെടുന്നത്. അപ്പോൾ ഒന്നാമത്തെ പോഷണതലം ഉൽപാദകർ എന്നാൽ സസ്യങ്ങളാണ്, ഗ്രീൻ പ്ലാന്റ്സ് ആണ്. ഭക്ഷ്യശൃംഖലകൾ സസ്യങ്ങളിൽ നിന്നാണ് ആരംഭിക്കുന്നത് എന്ന് മനസ്സിലാക്കുക. രണ്ടാമത്തെ പോഷണതലം പ്രാഥമിക ഉപഭോക്താക്കളല്ലേ, അതായത് സസ്യാഹാരികളായിരിക്കും. സസ്യത്തിനെ ഭക്ഷിക്കുന്ന ആൾക്കാർ സസ്യാഹാരികൾ. ഇവിടെ കൊടുത്തിട്ടുണ്ട് അണ്ണാൻ, പുൽച്ചാടി, എലി, അങ്ങനത്തെ സാധനങ്ങൾ. ഇനി മൂന്നാമത്തെ പോഷണതലം എന്ന് പറയുമ്പോൾ ദ്വിതീയ ഉപഭോക്താക്കളാണ്, അതായത് സസ്യാഹാരികളെ ഭക്ഷിക്കുന്ന ആൾക്കാർ മാംസാഹാരികളാണ്. ഇനി നാലാമത്തെ പോഷണതലം എന്ന് പറയുമ്പോൾ തൃതീയ ഉപഭോക്താക്കൾ, അതായത് ഈ മൂന്നാമത്തെ പോഷണതലം ഉണ്ടല്ലോ, ഈ മൂന്നാമത്തെ പോഷണതലത്തിലെ ജീവികളെ ഇരയാക്കുന്നതാണ് നാലാമത്തെ പോഷണതലം, അതായത് തൃതീയ ഉപഭോക്താക്കൾ. ഓക്കെ. ഇനി ആവാസ വ്യവസ്ഥയിലെ ഇന്ററാക്ഷൻസിനെ കുറിച്ച് നോക്കാം. ആവാസ വ്യവസ്ഥയിലെ പ്രതിവർത്തനങ്ങളെ കുറിച്ച് നോക്കാം. ഓരോന്നായിട്ട് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ആദ്യത്തേത് പരാത ജീവനം, പാരസിറ്റിസം. പാരസിറ്റിസത്തില് ഒന്നിന് ഗുണകരമാണ്, മറ്റേതിന് ദോഷകരമാണ്. പരാതം ആഹാരത്തിനായി ആതിഥേയ ജീവിയെയാണ് ആശ്രയിക്കുന്നത്. ഉദാഹരണം നായയിൽ ജീവിക്കുന്ന ചെള്ളിന് ഗുണമാണ്, അതിന് ആഹാരം കിട്ടുന്നുണ്ടല്ലോ. പക്ഷെ നായയ്ക്ക് ദോഷമാണ്, കാരണം നായയുടെ രക്തമൊക്കെ ഊറ്റി കുടിച്ചിട്ടായിരിക്കും ഈ ചെള്ള് ജീവിക്കുന്നത്. അപ്പൊ ഒന്നിന് ഗുണകരം, മറ്റേതിന് ദോഷകരം. പരാതം അഥവാ പാരസൈറ്റ് ആഹാരത്തിന് വേണ്ടിയിട്ട് അത് നിൽക്കുന്ന സസ്യത്തെ, അതാണ് ആതിഥേയ ജീവി, ഹോസ്റ്റ് ജീവി എന്ന് പറയും. ഹോസ്റ്റ് ആനിമൽ ആതിഥേയ ജീവിയെ ആശ്രയിക്കുന്നു. ഉദാഹരണം നായ, ചെള്ള് തമ്മിലുള്ള ബന്ധം, ആ ഒരു പരാത ജീവനം. അടുത്തത് ഇരപിടുത്തം. ഒന്നിന് ഗുണകരമാണ്, മറ്റേതിന് ദോഷകരമാണ്. ഇരപിടിയന് ഭക്ഷണമാകുന്നു. പരുന്ത് വന്ന് കോഴിക്കുഞ്ഞിനെയൊക്കെ റാഞ്ചി കൊണ്ടുപോകത്തില്ലേ? അപ്പൊ കോഴിക്കുഞ്ഞിനെ തിന്നാൻ വേണ്ടിയിട്ടല്ലേ കൊണ്ടുപോകുന്നത്. പരുന്തിന് ഫുഡ് കിട്ടും, അപ്പൊ പരുന്തിന് ഗുണകരമാണ്, മറ്റേതിന് ദോഷകരമാണ്. ഇരപിടിയന് ഭക്ഷണമാകുന്നു. അടുത്ത കമൻസാലിസം. ഒന്നിന് ഗുണകരം, മറ്റേതിന് ഗുണമോ ദോഷമോ ഇല്ല. മരവാഴയും മരവും തമ്മിലുള്ള ബന്ധമാണ്. മരവാഴ അതിനൊരു സ്പേസിന് വേണ്ടി മാത്രമാണ് മരത്തിൽ ജീവിക്കുന്നത്. മരത്തിൽ നിന്ന് വേറെ ഒന്നും അത് എടുക്കത്തില്ല. അപ്പോ മരവാഴയ്ക്ക് ഗുണമാണ്, അതിന് ജീവിക്കാനുള്ള സ്പേസ് കിട്ടുന്നു. പക്ഷെ അത് നിൽക്കുന്ന മരത്തിന് ഗുണവും ഇല്ല, ദോഷവും ഇല്ല. അതാണ് കമാൻസാലിസം എന്ന ആ ഒരു ബന്ധം. മ്യൂച്വലിസം എന്ന് പറയുമ്പോൾ രണ്ടുപേർക്കും ഗുണമുണ്ട്, രണ്ട് ജീവികൾക്കും ഗുണകരമാണ്. സസ്യം പൂമ്പാറ്റ തമ്മിലുള്ള ബന്ധമാണ്. അപ്പൊ സസ്യത്തിൽ നിന്നും തേൻ കുടിക്കുന്ന പൂമ്പാറ്റയ്ക്ക് തേൻ കിട്ടുന്നു. ഈ പൂമ്പാറ്റയുടെ കാലിലൊക്കെ ഒട്ടിപ്പിടിച്ച് സസ്യത്തിന്റെ അല്ലെങ്കിൽ ഈ പൂവിന്റെ പൂമ്പൊടി മറ്റു സസ്യങ്ങളിലേക്കൊക്കെ എത്തുന്നു. അപ്പൊ അങ്ങനെ പരാഗണകാരിയായിട്ടും ഈ പൂമ്പാറ്റ എന്ത് ചെയ്യുന്നുണ്ട്, ഡ്യൂട്ടി ചെയ്യുന്നുണ്ട്. അപ്പൊ സസ്യം പൂമ്പാറ്റ ബന്ധം മ്യൂച്വലിസം ആണെന്ന് ഓർക്കുക. വിള-കള ബന്ധം മത്സരമാണ്. അതായത് വിളകളുടെ ഇടയ്ക്ക് കളകൾ വളരത്തില്ലേ? തുടക്കത്തിൽ രണ്ടിനും ദോഷമാണ്, പിന്നീട് ജയിക്കുന്നതിന് ഗുണമാണ്. തുടക്കത്തിൽ രണ്ടിനും ദോഷമാണ്, കാരണം ഈ കിട്ടുന്ന ന്യൂട്രിയൻസ് അങ്ങോട്ടും ഇങ്ങോട്ടും ഡിവൈഡ് ചെയ്ത് പോകണ്ടേ. അപ്പൊ തുടക്കത്തിൽ രണ്ടിനും ദോഷമാണ്, പക്ഷെ ആരാണോ വിജയിക്കുന്നത് അയാൾക്ക് ഗുണമാണ്. വിള-കള തമ്മിലുള്ള ആ ഒരു ബന്ധം എന്ന് പറയുന്നത്, അവർ തമ്മിലുള്ള ആ ഒരു ഇന്ററാക്ഷൻ എന്ന് പറയുന്നത് മത്സരം അഥവാ കോമ്പറ്റീഷൻ ആണ്. അടുത്ത ടോപ്പിക് നോക്കാം. ആവാസ വ്യവസ്ഥയിലെ ഊർജ പ്രവാഹം, എനർജി ഫ്ലോ ഇൻ എക്കോസിസ്റ്റം. അപ്പോൾ വിവിധ പോഷണ തലങ്ങളെ കുറിച്ച് പരിചയപ്പെട്ടു. ഈ വിവിധ പോഷണ തലങ്ങളിലേക്ക് എനർജി എങ്ങനെയാണ് ഫ്ലോ ചെയ്യുന്നത് എന്ന് നോക്കാം. ആദ്യം പ്രകാശോർജത്തിൽ നിന്ന് തന്നെ തുടങ്ങാം. ഈ പ്രകാശോർജം ആരാണ് ഡയറക്ട്ലി ആഗിരണം ചെയ്യുന്നത് അല്ലെങ്കിൽ അബ്സോർബ് ചെയ്യുന്നത്? ഗ്രീൻ പ്ലാന്റ്സ് ആണ്, അതായത് സസ്യങ്ങളാണ്, ഹരിത സസ്യങ്ങൾ. ഈ ഹരിത സസ്യങ്ങൾ പ്രകാശത്തെ ആഗിരണം ചെയ്ത് ഫോട്ടോസിന്തസിസ് അഥവാ പ്രകാശ സംശ്ലേഷണ പ്രക്രിയയിലൂടെ ഫുഡ് പ്രിപ്പയർ ചെയ്യുന്നു. ഫുഡ് പ്രിപ്പറേഷന്റെ സമയത്ത് നടക്കുന്നത് എന്താണ്? പ്രകാശോർജം രാസോർജമായി മാറുന്നു. പ്രകാശോർജം രാസോർജമായി മാറുന്നു. അത് ഫുഡായിട്ടാണ് സ്റ്റോർ ചെയ്യുന്നത്. അപ്പോൾ ഈ സസ്യങ്ങളെ സസ്യഭോജികൾ ഭക്ഷണമാക്കുമ്പോൾ സസ്യങ്ങൾ രാസോർജമാക്കി സംഭരിച്ചു വെച്ചിരിക്കുന്ന സൗരോർജത്തിന്റെ
കുറെ ഭാഗം ആർക്ക് ലഭിക്കും? ഈ സസ്യഭോജികൾക്ക് ലഭിക്കും. ഇവിടെ സസ്യഭോജിയായിട്ട് എലിയെയാണ് കാണിച്ചിരിക്കുന്നത്. സസ്യഭോജികൾക്ക് കിട്ടും. ഈ സസ്യഭോജികൾ അവരുടെ ജീവൽ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ഈ രാസോർജത്തെ ഉപയോഗിക്കുന്നു. കിട്ടിയോ പോയിന്റ്? അപ്പൊ സസ്യങ്ങൾ രാസോർജമാക്കി സംഭരിച്ചിരിക്കുന്ന സൗരോർജത്തിന്റെ കുറെ ഭാഗം സസ്യഭോജികൾ ജീവൽ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്നു. ഇനി എല്ലാം ഉപയോഗിക്കത്തില്ല. സസ്യങ്ങളിൽ നിന്നായാലും ഈ സസ്യഭോജികളിൽ നിന്നൊക്കെ ആയാലും ഇവർക്ക് ലഭ്യമായ ഊർജത്തിന്റെ ഒരു ഭാഗം താപോർജമായിട്ട് നഷ്ടപ്പെടുന്നുണ്ട്. അത് സസ്യങ്ങളിൽ നിന്നായാലും താപോർജമായി നഷ്ടപ്പെടുന്നുണ്ട്, സസ്യഭോജികളിൽ നിന്നായാലും താപോർജമായി നഷ്ടപ്പെടുന്നുണ്ട്. ഇനി നോക്കൂ, ഈ സസ്യാഹാരികളെ ഭക്ഷണമാക്കുന്ന മാംസഭോജികൾ അഥവാ കൺസ്യൂമേഴ്സ് ഉണ്ടല്ലോ, സെക്കൻഡറി കൺസ്യൂമേഴ്സ്, ഇവര് സസ്യഭോജികൾ സംഭരിച്ചു വെച്ച ഊർജത്തിന്റെ കുറെ ഭാഗം ആർക്ക് കിട്ടുന്നു? മാംസഭോജികൾക്ക് കിട്ടുന്നു. അവർ അവരുടെ ജീവൽ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ആ രാസോർജം ഉപയോഗിക്കുകയാണ് ചെയ്യുന്നത്. ഇവരിൽ നിന്നും താപോർജമായിട്ട് കുറച്ച് ഊർജം നഷ്ടപ്പെടുന്നുണ്ട്. അപ്പൊ ലഭ്യമായ ഊർജത്തിന്റെ ഒരു ഭാഗം താപോർജമായി നഷ്ടപ്പെടുന്നുണ്ട്. ഇനി ഇവയെ എല്ലാം വിഘടിപ്പിക്കുന്നത് ഗ്രീൻ പ്ലാന്റ്സിനെ ആയാലും സസ്യഭോജികളെ ആയാലും മാംസഭോജികളെ ആയാലും വിഘടിപ്പിക്കുന്ന ആൾക്കാർ ആരാണ്? വിഘാടകരാണ്. ബാക്ടീരിയയും അതുപോലെ ഫംഗസും ഒക്കെയാണ് വിഘാടകർ, ഡീകമ്പോസേഴ്സ്. ഇവർ മൃതാവശിഷ്ടങ്ങളിലെ സങ്കീർണ ജൈവ തന്മാത്രകളെ ലഘു തന്മാത്രകളാക്കി മാറ്റുന്നു. അതായത് കോംപ്ലക്സ് ആയിട്ടുള്ള മോളിക്യൂൾസിനെ സിമ്പിൾ മോളിക്യൂൾസ് ആയിട്ട് വിഘടിപ്പിക്കുന്നത് വിഘാടകർ. വിഘാടകർക്ക് ഉദാഹരണം ബാക്ടീരിയ, ഫംഗസ് മുതലായവയാണ് വിഘാടകർക്ക് ഉദാഹരണം. അപ്പൊ ഇങ്ങനെയാണ് എക്കോസിസ്റ്റത്തിൽ എനർജി ഫ്ലോ നടക്കുന്നത്, ആവാസ വ്യവസ്ഥയിൽ ഊർജ പ്രവാഹം നടക്കുന്നത്. ഊർജം എങ്ങനെയാണ് പ്രവഹിക്കുന്നത് എന്നാണ് കൊടുത്തിരിക്കുന്നത്. ഇനി ദ്രവ്യ പ്രവാഹത്തെ പറ്റി നോക്കാം. ഇപ്പൊ ജീവജാലങ്ങളുടെ വളർച്ച, ശരീരത്തിന്റെ കേടുപാടുകൾ പരിഹരിക്കൽ, പ്രത്യുൽപാദനം എന്നിവയ്ക്കു വേണ്ടി വിവിധ പദാർത്ഥങ്ങൾ, മൂലകങ്ങൾ എന്നിവ ആവശ്യമാണല്ലോ. അപ്പൊ എങ്ങനെയാണ് ഇവർക്ക് ഈ മൂലകങ്ങളും വിവിധ പദാർത്ഥങ്ങളും ഒക്കെ ലഭിക്കുന്നത്? അതായത് ദ്രവ്യം എങ്ങനെയാണ് ഒരു ആവാസ വ്യവസ്ഥയിലൂടെ പ്രവഹിക്കുന്നത്? അപ്പോ അതിൽ പ്രധാനപ്പെട്ട ദ്രവ്യപ്രവാഹത്തിൽ പ്രധാനപ്പെട്ട ഒരെണ്ണമാണ് കാർബൺ ചക്രം, കാർബൺ സൈക്കിൾ. അതായത് നമ്മുടെ ശരീരം എടുത്തു കഴിഞ്ഞാൽ, നമ്മുടെ ആവട്ടെ ഏതെങ്കിലും ഒരു ജീവിയുടെ ജീവശരീരം എടുത്തു കഴിഞ്ഞാൽ അതിൽ പദാർത്ഥങ്ങളിൽ മിക്കതും കാർബണിക സംയുക്തങ്ങളാണ്, കാർബൺ കോമ്പൗണ്ട്സ് ആണ്. അപ്പൊ ആവാസ വ്യവസ്ഥയിൽ കാർബൺ എങ്ങനെയൊക്കെയാണ് പ്രവഹിക്കുന്നത്? ആവാസ വ്യവസ്ഥയിൽ കാർബൺ വിവിധ രൂപത്തിൽ സൈക്ലിക് ഫോമിൽ എന്ത് ചെയ്യുന്നുണ്ട്? ഇങ്ങനെ ട്രാൻസ്ഫർ ചെയ്ത് പോകുന്നുണ്ട്. അതായത് വിവിധ രൂപത്തിൽ, മലയാളത്തിൽ പറഞ്ഞാൽ ചംക്രമണം എന്ന് പറയും. വിവിധ രൂപത്തിൽ ചംക്രമണം ചെയ്യപ്പെടുന്നത് എങ്ങനെയാണെന്ന് മനസ്സിലാക്കാം. ഇവിടെ നോക്കൂ, പ്രകാശ സംശ്ലേഷണത്തിന് എന്താവശ്യമാണ്? കാർബൺ ഡൈ ഓക്സൈഡ് ആവശ്യമാണ്. അപ്പൊ അന്തരീക്ഷത്തിലെ കാർബൺ ഡൈ ഓക്സൈഡ് ഉപയോഗിച്ചിട്ടാണ് സസ്യങ്ങൾ പ്രകാശത്തിന്റെ സാന്നിധ്യത്തിൽ പ്രകാശ സംശ്ലേഷണം നടത്തുന്നത്. ഈ അന്തരീക്ഷത്തിൽ എങ്ങനെയാണ് കാർബൺ ഡൈ ഓക്സൈഡ് എത്തിച്ചേരുന്നത്? സസ്യങ്ങൾ ശ്വസിക്കുമ്പോഴും മൃഗങ്ങൾ ശ്വസിക്കുമ്പോഴും അതുപോലെ ഫാക്ടറിയിൽ നിന്നൊക്കെയുള്ള ജ്വലനം വഴിയൊക്കെ അന്തരീക്ഷത്തിൽ കാർബൺ ഡൈ ഓക്സൈഡ് എത്തിച്ചേരുന്നു. ഈ അന്തരീക്ഷത്തിൽ എത്തുന്ന കാർബൺ ഡൈ ഓക്സൈഡിനെയാണ് പ്രകാശ സംശ്ലേഷണ പ്രക്രിയയിൽ ഗ്രീൻ പ്ലാന്റ്സ് യൂസ് ചെയ്യുന്നത്. അപ്പൊ യൂസ് ചെയ്ത് പ്രകാശ സംശ്ലേഷണം എന്ന പ്രക്രിയ വഴി ഫുഡ് ഉണ്ടാക്കുന്നു. ആ ഫുഡ് തന്നെയാണ് സസ്യങ്ങൾ ഉപയോഗിക്കുന്നതും മൃഗങ്ങളിലേക്ക് ട്രാൻസ്ഫർ ആയി പോകുന്നതും. അവർ ശ്വസിക്കുന്നത് വഴി തിരിച്ച് കാർബൺ ഡൈ ഓക്സൈഡ് അന്തരീക്ഷത്തിലേക്ക് എത്തുന്നു. ഇനി സസ്യങ്ങളിൽ നിന്നും മൃഗങ്ങളിൽ നിന്നൊക്കെയാണ് ഫോസിൽ ഇന്ധനം ഉൽപ്പാദിപ്പിക്കുന്നത്, ഫോസിൽ ഇന്ധനം പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നത്. ഈ ഫോസിൽ ഇന്ധനമാണ് ഫാക്ടറീസിലൊക്കെ ഉപയോഗിക്കുന്നത്. ഇതൊരു സൈക്ലിക് രീതിയിൽ ഇങ്ങനെ പോകുന്നുണ്ട്. ഇതിനെയാണ് കാർബണിക ചക്രം അല്ലെങ്കിൽ കാർബൺ ചക്രം എന്ന് പറയുന്നത്. അപ്പൊ അന്തരീക്ഷ വായുവിൽ ഏത് രൂപത്തിലാണ് കാർബൺ കാണപ്പെടുന്നത്? കാർബൺ ഡൈ ഓക്സൈഡിന്റെ രൂപത്തിലാണ്. സസ്യങ്ങൾ കാർബൺ ഡൈ ഓക്സൈഡ് ഉപയോഗിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാ? പ്രകാശ സംശ്ലേഷണത്തിന് വേണ്ടിയിട്ടാണ്. അപ്പൊ ഇത് കാർബൺ ചക്രം പറഞ്ഞില്ലേ. ഇതുപോലെ ജലചക്രമുണ്ട്, നൈട്രജൻ ചക്രമുണ്ട്. ഇവയൊക്കെ മറ്റ് ദ്രവ്യ പ്രവാഹങ്ങളാണ്. അപ്പോ ആവാസ വ്യവസ്ഥയുടെയും ജൈവ വൈവിധ്യത്തിന്റെയും നിലനിൽപ്പിന് ദ്രവ്യ പ്രവാഹവും ഊർജ പ്രവാഹവും ഫലപ്രദമായി നടക്കേണ്ടതുണ്ട്. അജീവിക ലോകത്ത് നിന്നും ആഗിരണം ചെയ്യപ്പെട്ട വിവിധ പദാർത്ഥങ്ങൾ
ജീവജാലങ്ങളിലൂടെ, അജീവിക ലോകം എന്ന് പറയുമ്പം ജീവനില്ലാത്ത വസ്തുക്കളുടെ ലോകം ഉണ്ടല്ലോ, അവിടെ നിന്നും ആഗിരണം ചെയ്യപ്പെട്ട, ഫോർ എക്സാമ്പിൾ കാർബൺ ഡൈ ഓക്സൈഡ് അന്തരീക്ഷത്തിൽ നിന്ന്, അതായത് അത് അജീവിക ലോകമാണല്ലോ, അവിടെ നിന്നും ആഗിരണം ചെയ്യപ്പെട്ട വിവിധ പദാർത്ഥങ്ങൾ ജീവജാലങ്ങളിലൂടെ, ജീവനുള്ള വസ്തുക്കളിലൂടെ സഞ്ചരിച്ച് തിരിച്ചെങ്ങോട്ടേക്ക് തന്നെ എത്തുന്നു, അജീവിക ലോകത്ത്, ഫോർ എക്സാമ്പിൾ അന്തരീക്ഷം തന്നെ എടുക്കാം, അന്തരീക്ഷത്തിലേക്ക് തന്നെ തിരിച്ചെത്തുന്നു. അപ്പൊ അതിന് ആഹാര ശൃംഖലകളും ജൈവ വൈവിധ്യവും പരിപാലിക്കപ്പെടണം. ഏതെങ്കിലും ഒരു ഭാഗം മുറിഞ്ഞു പോയാലോ? അപ്പൊ എല്ലാം വേണം, എല്ലാം ഉണ്ടെങ്കിൽ മാത്രമേ ഈ ഒരു സൈക്കിൾ ഇങ്ങനെ നടക്കത്തുള്ളൂ. അപ്പൊ ഈ പ്രക്രിയകളിൽ വിഘാടകരുടെ പങ്കും വളരെ വലുതാണ്. ഇപ്പോ സസ്യങ്ങളെ ആയാലും ജന്തുക്കളെ ആയാലും അവ ചത്ത് അവയുടെ മൃതാവശിഷ്ടങ്ങൾ ജീർണിച്ച് മണ്ണിലേക്ക് അലിഞ്ഞു ചേരണം. അപ്പൊ അങ്ങനെ മണ്ണിലേക്ക് അലിഞ്ഞു ചേരാൻ ആര് വേണം? വിഘാടകർ വേണം. അടുത്തത് ജൈവ വൈവിധ്യ ശോഷണത്തെ കുറിച്ചാണ്, ബയോഡൈവേഴ്സിറ്റി ലോസ്. അപ്പൊ നമ്മുടെ പ്രദേശത്ത് മുൻപുണ്ടായിരുന്ന എല്ലാ ജീവജാലങ്ങളും ഇപ്പോഴും ഉണ്ടോ? ഒന്ന് ഓർത്തു നോക്കിക്കേ. ഇല്ല. നമ്മുടെ പ്രദേശത്ത് അല്ലെങ്കിൽ ലോകത്തിൽ ആകമാനമായാലും ജൈവ വൈവിധ്യം കുറയുകയാണ് ചെയ്യുന്നത്. പല ജീവികളും വംശനാശ ഭീഷണി നേരിടുന്ന ജീവികളാണ്. ഇവിടെ കുറച്ച് ജീവികളെ കാണിച്ചിട്ടുണ്ട്. വേഴാമ്പൽ, പാതാള തവള, സിംഹവാലൻ കുരങ്ങ്, നക്ഷത്ര ആമ, വരയാട്, ഇവയൊക്കെ വംശനാശ ഭീഷണി നേരിടുന്ന ജീവികളാണ്. അതിൽ ഓരോന്ന് നോക്കാം. പാതാള തവള, പർപ്പിൾ ഫ്രോഗ് അഥവാ മഹാബലി ഫ്രോഗ് എന്നൊക്കെ പറയും. മണ്ണിനടിയിൽ ജീവിക്കുന്ന പാതാള തവള വർഷത്തിൽ ഒരിക്കലാണ് പുറത്തേക്ക് വരുന്നത്. ഇതിന് ചിത്രം നോക്കൂ, കണ്ടിട്ടുണ്ടോ? റെയർ ആയിട്ടേ കണ്ടിട്ടുള്ളവര് ചുരുക്കമായിരിക്കും. അപ്പോ മണ്ണിനടിയിൽ ജീവിക്കുന്നു, വർഷത്തിൽ ഒരിക്കൽ മാത്രമേ ഇത് പുറത്തു വരത്തുള്ളൂ. ഇണ ചേർന്നതിന് ശേഷം മുട്ടകൾ ഇട്ടവ തിരികെ മണ്ണിനടിയിലേക്ക് തന്നെ തിരിച്ചു പോകുന്നു. ഡിനോസറുകളുടെ കാലത്ത് തന്നെ ഇവ ജീവിച്ചിരുന്നതായിട്ട് കരുതപ്പെടുന്നുണ്ട്. പരിണാമപരമായി കാര്യമായ മാറ്റങ്ങൾ സംഭവിക്കാത്ത ജീവിയാണ്. ഇവയെ ജീവിക്കുന്ന ഫോസിലുകൾ എന്നും വിളിക്കുന്നു. അപ്പൊ ജീവിച്ചിരിക്കുന്ന ഫോസിലുകൾ എന്നും വിശേഷിപ്പിക്കുന്നത് പാതാള തവളയാണെന്ന് ഓർക്കുക. റെഡ് ഡേറ്റ ബുക്ക് PSC എപ്പോഴും ചോദിക്കാറുള്ളതാണ്. എന്താണ് റെഡ് ഡേറ്റ ബുക്ക്? അതായത് വംശനാശ ഭീഷണി നേരിടുന്ന ജന്തുക്കൾ, സസ്യങ്ങൾ എന്നിവയുടെ വിവരങ്ങളൊക്കെ രേഖപ്പെടുത്തിയിരിക്കുന്ന ബുക്കാണ് റെഡ് ഡേറ്റ ബുക്ക്. അപ്പൊ ഒരു സംസ്ഥാനത്തിനോ രാജ്യത്തിനോ ഉള്ളിൽ നിലനിൽക്കുന്ന അപൂർവവും വംശനാശ ഭീഷണി നേരിടുന്നതുമായ ജന്തുക്കൾ, സസ്യങ്ങൾ എന്നിവയെ കുറിച്ചുള്ള വിവരങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ആര് പ്രസിദ്ധീകരിക്കുന്ന? IUCN പ്രസിദ്ധീകരിക്കുന്ന, ഇന്റർനാഷണൽ യൂണിയൻ ഫോർ കൺസർവേഷൻ ഓഫ് നേച്ചർ പ്രസിദ്ധീകരിക്കുന്ന രേഖയാണ് റെഡ് ഡേറ്റ ബുക്ക്. ജൈവ വൈവിധ്യം സംരക്ഷിക്കുന്നതിനുള്ള പ്രവർത്തനങ്ങൾ ആസൂത്രണം ചെയ്യാൻ ഈ റെഡ് ഡേറ്റ ബുക്ക് വളരെയധികം സഹായിക്കുന്നുണ്ട്. റെഡ് ഡേറ്റ ബുക്കിൽ ഇടം പിടിച്ച ഇന്ത്യയിലെ കുറച്ച് ജീവികളുടെ ചിത്രങ്ങളാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഗംഗാ സ്രാവ്, മലബാർ സിവറ്റ് കാറ്റ്, കാശ്മീർ സ്റ്റാഗ്, രാമേശ്വരം പാരച്യൂട്ട്, ചിലന്തി, ഇവയൊക്കെ റെഡ് ഡേറ്റ ബുക്കിൽ ഇടം പിടിച്ച ചില ഇന്ത്യൻ ജീവികളാണെന്ന് ഓർക്കുക. പേരുതോടെ നോക്കൂ. ഗംഗാ സ്രാവ്, മലബാർ സിവറ്റ് കാറ്റ്, കാശ്മീർ സ്റ്റാഗ്, രാമേശ്വരം പാരച്യൂട്ട്, ചിലന്തി എന്നിവ. ഓക്കെ, ഇനി ഇവിടെ നോക്കിക്കേ, കുറച്ച് വാർത്തകളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇപ്പോ ജൈവ വൈവിധ്യ സംരക്ഷണത്തെ കുറിച്ച് പ്രതിപാദിക്കുന്നതാണ്. നോക്കാം. കാട്ടാന ശല്യം, കർഷകർ പ്രതിസന്ധിയിൽ. ചിറപ്പാടം, വേനൽ കനത്തതോടെ കാട്ടാനകൾ നാട്ടിലേക്ക് ഇറങ്ങുന്നത് വ്യാപകമാവുകയാണ്. ആനകൾ കൂട്ടത്തോടെ എത്തി 2 ഏക്കറോളം വരുന്ന വാഴത്തോട്ടം പൂർണ്ണമായും നശിപ്പിച്ചു. 2 ലക്ഷത്തോളം രൂപയുടെ നഷ്ടം സംഭവിച്ചതായി കൃഷി ഓഫീസർ അറിയിച്ചു. ഓക്കെ, ഇനി കാടിന് പുറത്ത് കടുവകൾക്ക് താവളമൊരുക്കും. കടുവാ സങ്കേതത്തിന് പുറത്ത് കടുവകളെ പാർപ്പിക്കാൻ പ്രത്യേക സങ്കേതമൊരുക്കും. മനുഷ്യവാസ സ്ഥലത്ത് കടുവകൾ എത്തുന്നത് തടയാനാണ് പുതിയ പദ്ധതി. ഇവിടെ AI സാങ്കേതിക വിദ്യ, പുതിയ സാങ്കേതിക വിദ്യയായ AIയുടെ കാര്യം കൊടുത്തിട്ടുണ്ട്. വന്യമൃഗങ്ങളെ തിരികെ കാട്ടിലേക്ക് കയറ്റാൻ AI സാങ്കേതിക വിദ്യ. വന്യമൃഗങ്ങൾ കൃഷിയിടത്തേക്കോ ജനവാസ അതിർത്തി മേഖലയിലേക്കോ അല്ലെങ്കിൽ ജനവാസ മേഖല അതിർത്തിയിലേക്കോ എത്തുമ്പോൾ അവയെ ക്യാമറ തിരിച്ചറിഞ്ഞ് AI സഹായത്തോടെ വിവിധ ശബ്ദങ്ങൾ ഉണ്ടാക്കി കാട്ടിലേക്ക് തിരിച്ചു കയറ്റുന്നു. ഇവയെ ഒന്നും കൊല്ലണം എന്നല്ല പറഞ്ഞിരിക്കുന്നത്, അവയ്ക്ക് വേറെ സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുക എന്ന് തന്നെയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ എന്തുകൊണ്ടായിരിക്കാം ഈ വന്യജീവികൾ നാട്ടിലേക്ക് ഇറങ്ങുന്നത്? ഇവർക്ക് മതിയായ ഭക്ഷണങ്ങൾ കിട്ടാത്തത് കൊണ്ടായിരിക്കാം. അപ്പൊ നമ്മൾ മാത്രം ഭക്ഷണം കഴിച്ചാൽ മതിയോ? പഴങ്ങളും പച്ചക്കറികളും ഒക്കെ അവർക്കും വേണ്ടേ? അപ്പൊ ആഹാരം കുറയുമ്പോൾ അത് തേടിയായിരിക്കാം അവർ നാട്ടിലേക്ക് വരുന്നത്. അപ്പൊ ജൈവ വൈവിധ്യ സംരക്ഷണത്തെ കുറിച്ച് പറയാം. നമ്മുടെ ഭക്ഷണങ്ങൾ എന്തൊക്കെയാണ്? പഴങ്ങൾ, പച്ചക്കറികൾ, അരി, മത്സ്യം തുടങ്ങിയവയാണ്. കൂടാതെ സസ്യങ്ങളിൽ നിന്നും ജന്തുക്കളിൽ നിന്നും സൂക്ഷ്മ ജീവികളിൽ നിന്നും ഒക്കെ പല മരുന്നുകളും നിർമ്മിക്കുന്നുണ്ട്. തേനീച്ചകൾ, ചിത്രശലഭങ്ങൾ, മറ്റു പ്രാണികൾ എന്നിവ സസ്യങ്ങളിലെ പരാഗണത്തെ സഹായിക്കുന്നു. ജൈവ വൈവിധ്യം ഇല്ലെങ്കിൽ
നമ്മുടെ കാര്യം ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. നമുക്ക് ആരോഗ്യകരമായ ഭക്ഷണമോ അല്ലെങ്കിൽ മരുന്നോ ഒക്കെ കിട്ടുമോ? ഇല്ല. അപ്പോ ജൈവ വൈവിധ്യ സംരക്ഷണം വളരെ പ്രധാനപ്പെട്ടതാണ് നമുക്ക് വേണ്ടി, ഇനി വരുന്ന തലമുറകൾക്ക് വേണ്ടി. അപ്പൊ ജൈവ വൈവിധ്യത്തിന്റെ പ്രാധാന്യം മനസ്സിലായല്ലോ. അപ്പോൾ ജൈവ വൈവിധ്യത്തിന്റെ പ്രാധാന്യം മനസ്സിലാക്കി അത് സംരക്ഷിക്കാനുള്ള ശ്രമങ്ങൾ പലതരത്തിൽ നടന്നു വരുന്നു. അതിനു വേണ്ടിയിട്ടുള്ള അന്താരാഷ്ട്ര സംഘടനകൾ, അന്താരാഷ്ട്ര തലത്തിൽ ജൈവ വൈവിധ്യ സംരക്ഷണത്തിന് വേണ്ടിയിട്ടുള്ള സംഘടനകളെയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. WWF ഫുൾ ഫോം എന്താ? വേൾഡ് വൈഡ് ഫണ്ട് ഫോർ നേച്ചർ. IUCN ഫുൾ ഫോം എന്താ? ഇന്റർനാഷണൽ യൂണിയൻ ഫോർ കൺസർവേഷൻ ഓഫ് നേച്ചർ. ഇനി പ്രാദേശിക തലത്തിലും ഉണ്ട്. കേരള സംസ്ഥാന ജൈവ വൈവിധ്യ ബോർഡ് ഉണ്ട്. അത് ഇതുപോലെ ജൈവ വൈവിധ്യ സംരക്ഷണത്തിന് വേണ്ടിയിട്ടുള്ളതാണ്. ഇനി ഇവിടെ സസ്യങ്ങൾ, പ്രകൃതിയുടെ ഔഷധ സംഭരണികൾ. സസ്യങ്ങൾ പണ്ട് തൊട്ടേ സസ്യങ്ങൾ ഔഷധമായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. പ്രാചീന കാലം മുതൽ മനുഷ്യർ സസ്യങ്ങളെ രോഗങ്ങളെ ശമിപ്പിക്കുന്നതിനും ആരോഗ്യകരമായ ജീവിതത്തിനും ഉപയോഗിക്കുന്നു. ഇന്ന് അനേകം ആധുനിക ഔഷധങ്ങൾ സസ്യങ്ങളിൽ നിന്നോ അവയെ അടിസ്ഥാനമാക്കിയോ ആണ് നിർമ്മിക്കുന്നത്. സസ്യങ്ങളുടെ ഇല, വേര്, പൂക്കൾ, പുറന്തൊലി ഇവയെല്ലാം ഉപയോഗിച്ച് ഔഷധം ഉപയോഗിക്കാറുണ്ട്. ഇവയിൽ നിന്നെല്ലാം ഔഷധങ്ങൾ നിർമ്മിക്കുന്നു. ഔഷധമായി ഉപയോഗിക്കാവുന്ന രാസവസ്തുക്കൾ ഇവയിൽ നിന്നൊക്കെ വേർതിരിച്ചെടുക്കുന്നുണ്ട്. ഏത് ചെടിയാണ് ഔഷധ ഗുണമില്ലാത്തത് എന്ന് പറയാനാകില്ല. ഇന്ന് പാഴ്ചെടിയായി കാണുന്നതിൽ നിന്നും നാളെ ഔഷധമായി ഉപയോഗിക്കാവുന്ന രാസവസ്തുക്കൾ കണ്ടെത്തിയേക്കാം. അതുകൊണ്ട് തന്നെ എല്ലാ ചെടികളും സംരക്ഷിക്കുക, ഒന്നും പറിച്ചു കളയരുത്. എല്ലാരെയും സംരക്ഷിക്കുക. എല്ലാ സസ്യങ്ങളും സംരക്ഷിക്കപ്പെടേണ്ടവ തന്നെ, അതൊന്ന് ഓർത്തിരിക്കുക. IUCN ആണ്. IUCNന്റെയും WWFന്റെയും സിമ്പൽ ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. അടുത്തത് PBR. എന്താണ് ഈ PBR? PBR എന്നാൽ പീപ്പിൾസ് ബയോഡൈവേഴ്സിറ്റി രജിസ്റ്റർ. ഓരോ പ്രദേശത്തെയും തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിന് കീഴിൽ BMC അഥവാ ബയോഡൈവേഴ്സിറ്റി മാനേജ്മെന്റ് കമ്മിറ്റി നിലവിലുണ്ട്. അതാത് പ്രദേശത്തെ ജൈവ വൈവിധ്യം കാത്തു സൂക്ഷിക്കുകയാണ് ഈ BMCയുടെ ചുമതല. അപ്പൊ ഓരോ പ്രദേശത്തും തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിന് കീഴിൽ ഓരോ കമ്മിറ്റികൾ നിലവിലുണ്ട്. ബയോഡൈവേഴ്സിറ്റി സംരക്ഷിക്കാൻ വേണ്ടി ബയോഡൈവേഴ്സിറ്റി മാനേജ്മെന്റ് കമ്മിറ്റി നിലവിലുണ്ട്. BMCയുടെ നേതൃത്വത്തിൽ ഒരു രജിസ്റ്റർ തയ്യാറാക്കുന്നുണ്ട്. ആ രജിസ്റ്ററിന്റെ പേരാണ് PBR, പീപ്പിൾസ് ബയോഡൈവേഴ്സിറ്റി രജിസ്റ്റർ. പീപ്പിൾസ് എന്ന് പറയുമ്പോൾ തന്നെ ജനകീയ പങ്കാളിത്തത്തോടെ തയ്യാറാക്കുന്ന രജിസ്റ്റർ ആണ്. ഈ രജിസ്റ്ററിൽ എന്തൊക്കെയാണ് അടങ്ങിയിരിക്കുന്നത്? സൂക്ഷ്മജീവികൾ, സസ്യങ്ങൾ, ജന്തുക്കൾ തുടങ്ങിയ ജൈവ വിഭവങ്ങളെ കുറിച്ചുള്ള വിവരങ്ങൾ അടങ്ങിയിട്ടുണ്ട്. അവയുടെ ലഭ്യത, സവിശേഷത ഇവയൊക്കെ ഈ രജിസ്റ്ററിൽ അടങ്ങിയിട്ടുണ്ട്. ഓക്കെ. ഇനി സംരക്ഷണ രീതി. ജൈവ വൈവിധ്യം സംരക്ഷിക്കാൻ രണ്ട് രീതിയിൽ സംരക്ഷിക്കാം. ഒന്ന് ഇൻസിറ്റു കൺസർവേഷൻ, രണ്ട് എക്സിറ്റു കൺസർവേഷൻ. എന്താണ് ഇൻസിറ്റു? ആ പേര് തന്നെയുണ്ട്, ആവാസ വ്യവസ്ഥയ്ക്കുള്ളിലെ സംരക്ഷണം. എക്സിറ്റു, എക്സ് എന്ന് പറയുമ്പോൾ പുറത്ത്, ആവാസ വ്യവസ്ഥയ്ക്ക് പുറത്തുള്ള സംരക്ഷണം. ആവാസ വ്യവസ്ഥയ്ക്കുള്ളിലെ സംരക്ഷണം എന്ന് പറയുമ്പോൾ പ്രകൃതിയിലുള്ള സ്വാഭാവിക ആവാസ വ്യവസ്ഥകളുടെയും അവയിലുള്ള ജീവിവർഗങ്ങളുടെയും സംരക്ഷണം. അതായത് അവ ജീവിക്കുന്ന ആവാസ വ്യവസ്ഥയിൽ തന്നെ അവയെ സംരക്ഷിക്കുക. ഉദാഹരണം ദേശീയ ഉദ്യാനം, ഇരവികുളം സൈലന്റ് വാലി പോലുള്ള നാഷണൽ പാർക്ക്, വന്യജീവി സങ്കേതം ഉദാഹരണം പെരിയാർ, ബയോസ്ഫിയർ റിസർവ് ഉദാഹരണം നീലഗിരി, കമ്മ്യൂണിറ്റി റിസർവ് ഉദാഹരണം കടലുണ്ടി, ഇക്കോളജിക്കൽ ഹോട്ട്സ്പോട്ട് ഉദാഹരണം ഹിമാലയം, പശ്ചിമഘട്ടം മുതലായവ. അപ്പോൾ പ്രകൃതിയിലുള്ള സ്വാഭാവികമായ ആവാസ വ്യവസ്ഥകളുടെയും അതിലുള്ള ജീവിവർഗങ്ങളുടെയും സംരക്ഷണമാണ് ഇൻസിറ്റു കൺസർവേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിനുള്ള ഉദാഹരണവും പഠിച്ചു വെക്കുക, എപ്പോഴും ചോദിക്കാറുണ്ട്, പഴയ SCRTയിലും ഉണ്ടായിരുന്നു. ഇനി എക്സിറ്റു എന്ന് പറയുമ്പോൾ ആവാസ വ്യവസ്ഥയ്ക്ക് പുറത്തുള്ള സംരക്ഷണമാണ്. അതായത് പുറത്ത് അവർക്ക് സംരക്ഷണം ഒരുക്കുക. അതായത് ഇവരുടെ ആവാസ വ്യവസ്ഥയ്ക്ക് സമാനമായ രീതിയിൽ പുനഃസൃഷ്ടിച്ച് മറ്റൊരു ആവാസം ഒരുക്കുക എന്നുള്ളതാണ്. അപ്പൊ സ്വാഭാവിക ആവാസ വ്യവസ്ഥയിൽ നാശം സംഭവിച്ചേക്കാവുന്ന അല്ലെങ്കിൽ നാമാവശേഷമാകാൻ സാധ്യതയുള്ള സസ്യങ്ങളെയും ജന്തുക്കളെയും ഒക്കെ അവയുടെ ആവാസ വ്യവസ്ഥയ്ക്ക് പുറത്ത് സമാനമായ ആവാസ വ്യവസ്ഥ സൃഷ്ടിച്ചുകൊണ്ട് കൺസേർവ് ചെയ്യുക, അതായത് നിയന്ത്രിത സാഹചര്യങ്ങളിൽ സംരക്ഷിക്കുക. അതിനെയാണ് എക്സിറ്റു കൺസർവേഷൻ എന്ന് പറയുന്നത്. അതിന് ഉദാഹരണമാണ് ബൊട്ടാണിക്കൽ ഗാർഡൻ, സുവോളജിക്കൽ ഗാർഡൻ. സൂ ഉണ്ടല്ലോ, അതായത് മൃഗശാല, സൂ അഥവാ സുവോളജിക്കൽ ഗാർഡൻ, ജീൻ ബാങ്ക്, അക്വേറിയം ഇവയൊക്കെ. ബൊട്ടാണിക്കൽ ഗാർഡന്റെ മലയാളം സസ്യോദ്യാനം എന്നാണ്. ഇവയൊക്കെ എക്സിറ്റു കൺസർവേഷന് ഉദാഹരണമാണെന്ന് മനസ്സിലാക്കുക. അപ്പൊ ചാപ്റ്റർ കഴിഞ്ഞു. ഇനി നമുക്ക് വിലയിരുത്താൻ കുറച്ച് ചോദ്യങ്ങൾ തന്നിട്ടുണ്ട്, അത് നോക്കിയാലോ. ബോക്സ് A,
അനുസരിച്ച് ബി, സി എന്നീ ബോക്സുകളിൽ നിന്നും അനുയോജ്യമായവ കണ്ടെത്തി എഴുതാനാണ് തന്നിരിക്കുന്നത്. പരാദജീവനം, ഇരപിടുത്തം, കമൻസാലിസം, മ്യൂച്വലിസം, മത്സരം. പരാദജീവനം എന്നാൽ ഒന്നിന് ഗുണകരം മറ്റേതിന് ദോഷമാണ്. ഉദാഹരണം നോക്കൂ, പൂച്ചയും ചെള്ളുമായിട്ടുള്ള ബന്ധമാണ്. ഇരപിടുത്തം ഒന്നിന് ഗുണകരമാണ് മറ്റേതിന് ദോഷകരമാണ്. ഇരപിടിയന് ഭക്ഷണമാകുന്നു. ഉദാഹരണം കടുവയും മാനും. കമൻസാലിസം എന്നാൽ ഒന്നിന് ഗുണകരമാണ് മറ്റേതിന് ഗുണമോ ദോഷമോ ഇല്ല. ഇവിടെ മരവാഴയും മാവുമായിട്ടുള്ള ബന്ധമാണ്. മ്യൂച്വലിസം എന്നാൽ രണ്ട് ജീവികൾക്കും ഗുണകരമാണ്. ഉദാഹരണം പറഞ്ഞാൽ പൂമ്പാറ്റയും പൂവും തമ്മിലുള്ള ബന്ധമാണ്. അടുത്തത് മത്സരം എന്നാൽ തുടക്കത്തിൽ രണ്ടിനും ദോഷം, പിന്നീട് ജയിക്കുന്നവന് ഗുണമാണ്. അതിനുള്ള എക്സാമ്പിൾ ആണ് കളയും വിളയും, വീഡ് ആൻഡ് ക്രോപ്പ്, കളയും വിളയും. ഓക്കെ, അടുത്ത ചോദ്യം നോക്കാം. ചിത്രീകരണം പരിശോധിച്ച് തുടർന്ന് നൽകിയിരിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുക. വാൽമാക്രി, പായൽ, പൊന്മാൻ, മത്സ്യം. മുകളിൽ കൊടുത്തിരിക്കുന്ന ഭക്ഷ്യശൃംഖല ശരിയായി ഒന്ന് ക്രമീകരിച്ച് നോക്കാം. ആദ്യം വരേണ്ടത് ഹരിതസസ്യമാണ്, അതായത് പായലാണ് ആദ്യം വരേണ്ടത്. രണ്ടാമത് വാൽമാക്രി, മൂന്നാമത് മത്സ്യം, നാലാമത് കിങ്ഫിഷർ, പൊന്മാനാണ് വരേണ്ടത്. ആഹാര ശൃംഖലയിലെ ഉൽപാദകർ, പ്രാഥമിക ഉപഭോക്താവ്, ദ്വിതീയ ഉപഭോക്താവ്, തൃതീയ ഉപഭോക്താവ് എന്നിവ എഴുതുക. ഇതില് ഉൽപാദകർ ആരാണ്? ആൽഗെ, അതായത് പായലാണ് ഉൽപാദകർ. പ്രാഥമിക ഉപഭോക്താവ് വാൽമാക്രിയാണ്. ദ്വിതീയ ഉപഭോക്താവ് മത്സ്യമാണ്. തൃതീയ ഉപഭോക്താവ് പൊന്മാനാണ്. ഈ ആഹാര ശൃംഖലയിലെ മൂന്നാമത്തെ പോഷണതലത്തിൽ വരുന്ന ജീവി ഏതാണ്? മൂന്നാമത്തെ പോഷണതലം. ഒന്നാമത്തെ പോഷണതലം എന്ന് പറയുമ്പോൾ പ്രൊഡ്യൂസർ ആണ്. രണ്ടാമത്തേത് വാൽമാക്രി, മൂന്നാമത്തേത് മത്സ്യമാണ്. അപ്പൊ മത്സ്യമാണ് മൂന്നാമത്തെ പോഷണതലത്തിൽ വരുന്നത്. ഈ ആഹാര ശൃംഖലയിൽ മത്സ്യങ്ങൾ പൂർണ്ണമായും ഇല്ലാതെയായാൽ അത് ആവാസ വ്യവസ്ഥയെ എങ്ങനെ ബാധിക്കും? മത്സ്യം ഇല്ലാതായി കഴിഞ്ഞാൽ പൊന്മാന് ആഹാരം കിട്ടുവോ? ഇല്ല. അപ്പോ പൊന്മാന്റെ നമ്പർ കൂടും. മത്സ്യമാണ് വാൽമാക്രിയെ ഭക്ഷണമാക്കുന്നത്. മത്സ്യം ഇല്ലാണ്ടായാൽ വാൽമാക്രികളുടെ എണ്ണം ക്രമാതീതമായി കൂടുകയും ചെയ്യും. ഓക്കെ, അപ്പൊ വാൽമാക്രിയുടെ എണ്ണം കൂടിയാൽ അത് കൂടുതൽ പായലുകളെ തിന്ന് കഴിയത്തില്ലേ? അപ്പോ പായലുകളുടെ പോപ്പുലേഷൻ കുറയാനും ഇടയാക്കും. അതായത് ചുരുക്കത്തിൽ പറഞ്ഞാൽ മത്സ്യം പൂർണ്ണമായിട്ടും ഇല്ലാതെയായാൽ ഈ ഒരു ആഹാര ശൃംഖല തന്നെ, അല്ലെങ്കിൽ ഈ ഒരു ആവാസ വ്യവസ്ഥയുടെ ബാലൻസ് തന്നെ ഇല്ലാതെയാകും. ഓക്കെ, അടുത്ത ചോദ്യം. ഒരു കുട്ടി നിർമ്മിച്ച ആഹാര ശൃംഖലയാണ് ചുവടെ ചേർത്തിരിക്കുന്നത്. അത് പരിശോധിച്ച് തുടർന്ന് നൽകിയിരിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുക. നെൽച്ചെടി, ബാക്ടീരിയ. കുട്ടി നിർമ്മിച്ച ആഹാര ശൃംഖല ശരിയാണോ? അല്ല. ആഹാര ശൃംഖല തെറ്റല്ലേ? കാരണം ഇവിടെ ബാക്ടീരിയ എന്ന് പറയുന്നത് വിഘാടകരാണ്. നെൽച്ചെടി എന്ന് പറയുമ്പോഴത്തേക്കും പ്രൊഡ്യൂസേഴ്സ് ആണ്. അപ്പോ ഈ പ്രൊഡ്യൂസറിനെ നേരെ അങ്ങ് ബാക്ടീരിയയിലേക്ക് പോയിരിക്കുക. പ്രൊഡ്യൂസറിനെ തിന്നാൻ വേണ്ടിയിട്ട് കൺസ്യൂമേഴ്സ് വേണം. ഇവിടെ കൺസ്യൂമേഴ്സ് ഇല്ല. ബാക്ടീരിയ എന്ന് പറഞ്ഞാൽ ഡീകമ്പോസേഴ്സ് അല്ലേ, കൺസ്യൂമർ അല്ല. ബാക്ടീരിയ പോലുള്ള വിഘാടകർ ഇല്ലാണ്ട് ആയാൽ എന്ത് ചെയ്യും? മൃതാവശിഷ്ടങ്ങൾ അതുപോലെ തന്നെ കിടക്കും, വിഘടിക്കത്തില്ല. ബാക്ടീരിയ അല്ലാത്ത മറ്റു വിഘാടകർ ഉദാഹരണം ഏതാണ്? ഫംഗസ് ആണ്. ഓക്കെ, അപ്പൊ ഇത്രയേ ഉള്ളൂ ഈ ഒരു ചാപ്റ്റർ. മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. നന്നായിട്ട് തന്നെ പഠിക്കുക. ഒരുപാട് ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാവുന്ന ചാപ്റ്റർ ആണ്. അപ്പൊ അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. താങ്ക് യു.